അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റഹ്മാനും റഹീമുമായ നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തെ സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി പാലിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവർക്കും അവൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് നിലനിൽക്കാനും ഈ ദുനിയാവിൽ നിന്ന് എന്നേക്കുമായി വേർപിരിയുന്ന നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാനുമുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ നോമ്പും രാത്രി നമസ്കാരവും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും സ്വതക്കകളും മറ്റു അമലുകളുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു ഇരുത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതാക്കി മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു പ്രഭാതവേളയിൽ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബത്തെ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്നത്തെ ഒരു ദിവസം നോമ്പുകാരായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി, അന റസൂലേ, ഞാൻ നോമ്പുകാരനാണ്. റസൂലുള്ളാഹി അടുത്തതായി സ്വഹാബത്തിനോട് ചോദിച്ചു, മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, സ്വഹാബാക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ടോ? വീണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് മറുപടി വരുന്നത്, അന പ്രവാചകരെ, ഞാൻ ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി മൂന്നാമതായി കൊണ്ട് ചോദിക്കുകയാണ്, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നത്തെ ഒരു ദിവസം നിങ്ങളിൽ ആരെങ്കിലും ഒരു മിസ്കീനിന് ഭക്ഷണം നൽകിയതായിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ മറുപടി പറയുകയാണ്, അന പ്രവാചകരെ, ഞാൻ ഇന്ന് ഒരു മിസ്കീനിന് ഭക്ഷണം നൽകിയിട്ടുണ്ട്. നാലാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, രോഗിയെ സന്ദർശിച്ചതായിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം നിങ്ങളിൽ ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചതായിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ മറുപടി പറയുകയാണ്, അന യാ റസൂൽ, റസൂലെ, ഞാൻ രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല എന്ന്. നോമ്പ് നോറ്റ്, ഒരു ജനാസയെ അനുഗമിച്ച്, ഒരു മിസ്കിനിന് ഭക്ഷണം കൊടുത്ത്, അതുപോലെ തന്നെ ഒരു രോഗിയെ സന്ദർശിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത വല്ലാത്തൊരു സന്ദേശമാണ് പ്രിയമുള്ളവരെ ആമുഖമായി എൻ്റെ സംസാരത്തിൽ ഇവിടെ സൂചിപ്പിച്ചു വെക്കുന്നത്. രാവിലെ ഉറക്കമെഴുന്നേറ്റ് പള്ളിയിലേക്ക് വന്ന് സുബഹി നമസ്കരിച്ച് അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യം.
ഉറക്കമെഴുന്നേറ്റ് സുബഹി വരെയുള്ള ഈ ഒരു സമയത്തിൻ്റെ ഇടയിൽ ഈ 4 നന്മകളും ചെയ്യാൻ അവസരം കാണിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം സഹോദരന്മാരെ നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എങ്ങനെയാകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെ, സാഹചര്യങ്ങളെ, സാധ്യതകളെ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടവനാണ് ഒരു മുസ്ലിം എന്നുള്ളത്. നമ്മളൊക്കെ ഈ പ്രവാസ ലോകത്ത് വ്യത്യസ്ത അവസ്ഥകളിൽ കഴിയുന്നവരാണ്. രാവിലെ സുബഹിന് മുമ്പ് തന്നെ കുളിച്ചൊരുങ്ങി ജോലിക്ക് വേണ്ടി പുറപ്പെടുന്ന മനുഷ്യന്മാർ, രാവിലെ ഇറങ്ങി തിരിച്ചാൽ വൈകുന്നേരം വരെ ഒരു റെസ്റ്റില്ലാതെ കഷ്ടപ്പെടുന്നവർ, നാട്ടിലേക്ക് പോകാൻ 1 കൊല്ലമായിട്ടും സാഹചര്യങ്ങളും അവസരങ്ങളും ലഭിക്കാത്തവർ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഈ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ അവസ്ഥയിൽ ഇവിടെ കഴിയുന്ന മനുഷ്യനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. അത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവേ, എനിക്ക് ദുനിയാവിൽ വലിയ ടൈറ്റുള്ള വലിയ ഹാർഡ് വർക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നൊരിക്കലും നമുക്ക് പരലോകത്ത് പറയാൻ സാധിക്കില്ല. ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അൽയൗം അമലുൻ ലാ ഹിസാബുൻ, ഇത് വിചാരണയില്ല, പ്രവർത്തിക്കാനുള്ള ലോകമാണ്. നാളെ പാരത്രിക ലോകം എന്ന് പറയുന്നതോ വദൻ ഹിസാബുൻ ലാ അമലുൻ, നാളെ പാരത്രിക ലോകം എന്ന് പറയുന്നത് വിചാരണയുടെ ലോകമാണ്, അവിടെ പ്രവർത്തിക്കാൻ സമയമില്ല. ജീവിതത്തിൽ നമുക്കൊരുപാട് തിരിച്ചറിവുകൾ തീർച്ചയായിട്ടും സഹോദരന്മാരെ ഉണ്ടാകേണ്ടതുണ്ട്. രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ശ്രദ്ധ കാണിച്ചാൽ, ഒരു ജീവിതത്തിൽ ഒരു ശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരെ ഒരുപാട് നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാലോ ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതാണ് മഹാനായ ഒരു പണ്ഡിതൻ സൂചിപ്പിച്ചത്, അൽ ഇബാദാത്തു അഹ്ലുൽ ഗഫ്ലത്തി ആദാത്തുൻ, അൽ ആദാത്തു അഹ്ലുൽ യഖ്ലത്തി ഇബാദാത്തുൻ. ഒരു അശ്രദ്ധ കാണിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ഇബാദത്തുകൾ എന്ന് പറയുന്നത്, അശ്രദ്ധ കാണിക്കുന്ന മനുഷ്യൻ്റെ ഇബാദത്തുകൾ എന്ന് പറയുന്നത്, ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ആദാത്തുൻ, നിത്യജീവിതത്തിലെ പ്രവർത്തനങ്ങൾ പോലെയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, ഡ്രസ്സ് ഇടുന്നു, മുടി ചീകുന്നു, ഇങ്ങനെ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലെയാണ് ഒരു അശ്രദ്ധ കാണിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരാധനകൾ എന്നുള്ളത്. എല്ലാ ദിവസവും ചെയ്യുന്ന മറ്റു കർമ്മങ്ങളെ പോലെ അവൻ നമസ്കരിക്കുന്നു. എന്നാൽ അൽ ഇബാദ് അൽ ആദാത്തു അഹ്ലുൽ യഖ്ലത്തി, ബുദ്ധിമാന്മാരായ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് അത് ഇബാദാത്തുൻ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ഓരോ അവൻ്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലും അവന് നന്മ ശേഖരിക്കാൻ, പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്താൻ വകയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്, ഒരു ദിവസം എന്ന് പറയുന്നത് ഒരുപാട് നന്മകൾ കൊണ്ട് നിറച്ചതാണ്. അതിനെ നമ്മൾ തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ, ജീവിതത്തിൽ അത് വെച്ചുകൊണ്ട് ഒരുപാട് സമ്പാദിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാവിലെ സഹോദരന്മാരെ, നമ്മൾ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ തമാശയ്ക്ക് പോലും നാവ് കൊണ്ട് കളവ് പറയാത്ത പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്, രാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എങ്കിലും മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബ്ലീസ് മനുഷ്യന്റെ തലയിൽ 3 കെട്ടിടുമെന്നുള്ളതാണ്. ഈ 3 കെട്ട്, ഓരോ കെട്ടും അഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഉറക്കമെഴുന്നേൽക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. പക്ഷെ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹിൻ നുശൂർ, നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ പഠിച്ച പ്രാർത്ഥനയായിരിക്കും, ചൊല്ലാൻ പലപ്പോഴും മറക്കാറുണ്ട്. സഹോദരന്മാരെ, ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കെട്ട് അഴിയുമെന്നുള്ളതാണ്.
രണ്ടാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് വുളൂ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കെട്ടഴിയുമെന്നുള്ളതാണ്. മൂന്നാമത്തെ കെട്ട് സുബഹി നമസ്കരിക്കുന്നതോടുകൂടി അഴിയുമെന്നുള്ളതാണ്. ഉറക്കമെഴുന്നേൽക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ സഹോദരന്മാർ? ഇല്ല, ഉറക്കമെഴുന്നേൽക്കുന്നുണ്ട്. ഉറക്കമെഴുന്നേൽക്കുമ്പോൾ ഇതൊന്ന് ചൊല്ലിയാൽ, വുളൂ എന്നെടുത്താൽ, സുബഹി നമസ്കാരത്തിൽ വീഴ്ച വരുത്താതെ ആ നമസ്കാരവും നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമുക്ക് ഭാരമുള്ളതേ അല്ല. അത് ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവന് പുണ്യം ലഭിക്കുന്നു. അവന്റെ ജീവിതം ഒരു പ്രത്യേക ഉന്മേഷമുള്ളതായി മാറുന്നു. ഇത് ചൊല്ലിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ കിട്ടുന്നൊരു റാഹത്തും, ചൊല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസവും അത് വേറെ തന്നെയാണ്. അതൊരു വെറും വർത്തമാനമല്ല സഹോദരന്മാരെ, വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന സന്ദേശമാണ്. അവിടെ നിന്ന് സഹോദരന്മാരെ, നമ്മൾ ഉറക്കമെഴുന്നേറ്റ് പിന്നെ അടുത്ത് നമ്മൾ പല്ല് തേക്കാനായി പോകുന്നു. പല്ല് തേക്കുക, ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതഹും ബിസ്സിവാക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ്. പല്ല് തേക്കുക എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ് സഹോദരന്മാരെ. എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകൂലായിരുന്നെങ്കിൽ ഞാൻ എല്ലാ നമസ്കാരത്തിൻ്റെയും വുളൂഇൻ്റെയും കൂടെ പല്ലു തേക്കാൻ വേണ്ടി, സിവാക്ക് ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ റസൂലുള്ളാഹിന്റെ സുന്നത്താണ് പല്ല് തേക്കുക എന്നുള്ള നിയ്യത്തോടു കൂടി, ആ ഉദ്ദേശത്തോടു കൂടി പല്ല് തേക്കുമ്പോൾ അതവന് പുണ്യമായി മാറുന്നു എന്നുള്ളതാണ്. ആ ഒരു ചിന്ത വേണം, ആ ഒരു ഉദ്ദേശം വേണം. പിന്നെ അവിടെ നിന്ന് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാല് വെച്ച് പ്രവേശിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസി എന്ന് തുടങ്ങുന്ന ചെറിയ പ്രാർത്ഥന, അത് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചൊല്ലി നമ്മൾ കയറുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ച് ഇറങ്ങുന്നു, ഉഫ്രാനക എന്ന് പറയുന്നു. ഇതിനൊക്കെ പ്രതിഫലമുണ്ട് സഹോദരന്മാരെ. അതിനുശേഷം ജീവിതത്തിൽ സഹോദരന്മാരെ വുളൂ എടുക്കുകയാണ് നമ്മൾ. ഈ വുളൂ എടുക്കുന്ന സമയത്ത് നമ്മൾ അറിയണം, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ വീഴ്ചകളും, ചെറുപാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ, കാല് കഴുകുമ്പോൾ, ഈ ഓരോ അവയവങ്ങളിലൂടെ അത് വെച്ച് നമ്മൾ ചെയ്ത ചെറിയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമെന്നുള്ളതാണ്. അത്രത്തോളം വെറുതെ കൈയും കാലും സാധാരണ കഴുകുന്ന പോലെ ഒരു കഴുകലല്ല വുളൂ. വുളൂ ചെയ്യുമ്പോൾ ഈ ഒരു നിയ്യത്ത് വേണം. പടച്ചോനെ, എൻ്റെ കണ്ണുകൊണ്ട് സംഭവിച്ച, എൻ്റെ നാവ് കൊണ്ട് സംഭവിച്ച, എൻ്റെ കൈ കൊണ്ട് സംഭവിച്ച, എൻ്റെ കാല് കൊണ്ട് സംഭവിച്ച എല്ലാ പാപങ്ങളും അല്ലാഹുവേ പുറത്തു തരണേ എന്നുള്ള ആഗ്രഹത്തോടെ, ഉദ്ദേശത്തോടെ, നിയ്യത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിന് നേട്ടമാണ്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറയുന്ന ചെറിയൊരു പ്രാർത്ഥന കൂടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ സഹോദരന്മാരെ, സ്വർഗത്തിന്റെ വാതിലുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇഷ്ടമുള്ള വാതിലിലൂടെ ഒരു മനുഷ്യന് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. നോക്കൂ സഹോദരന്മാരെ, എത്ര നിസ്സാരമായ വിഷയങ്ങളാണ്. ഈ ഓരോ വിഷയങ്ങളും ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കാത്ത വലിയ 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 നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ഈ പ്രവാസ ലോകത്തേക്ക് നമ്മൾ വന്നത് എന്ന ചോദ്യത്തിന് എല്ലാവർക്കും ഒരേ ഒരു ഉത്തരം, നമ്മുടെ മഈശത്തുമായി, ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വന്നത്. നാട് വിട്ട്, വീട് വിട്ട്, കൂട്ടുകാരെ വിട്ട്, വാപ്പയും ഉമ്മയും ഒക്കെ വിട്ട്, ഭാര്യയെ വിട്ട്, മക്കളെ വിട്ട് ഈ പ്രവാസ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം, നമ്മുടെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടാണ്. അറിയുക സഹോദരന്മാരെ, ഉപജീവന മാർഗത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രധാനമായി 4 കാര്യങ്ങളിലാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കും. രാവിലെ ഇന്ന് നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്, നോമ്പിന്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. ആ രാത്രിയുടെ അവസാന സമയം എന്ന് പറയുന്നത് സഹോദരന്മാരെ വിലപ്പെട്ടതാണ്. 4 കാര്യങ്ങളാണ് സഹോദരന്മാരെ ഉപജീവന മാർഗം വിശാലമാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ രാത്രിയുടെ അവസാനം അഥവാ സുബഹിക്ക് മുമ്പുള്ള സമയം, അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്ന സമയം. നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമ്മുടെ പടച്ച റബ്ബ് ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടോ ആ ടെൻഷന്റെ സൊല്യൂഷൻ എന്താണെന്ന് കൃത്യമായി അറിയുന്ന റബ്ബ്, അതിന്റെ പരിഹാരം എന്താണെന്ന് അറിയുന്ന റബ്ബ്, അത് പറഞ്ഞു തരാൻ, അത് കാണിച്ചു തരാൻ, ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളെയും നീക്കിത്തരാൻ കഴിയുന്ന റബ്ബ് നമ്മളോട് ചോദിക്കുകയാണ്, പറയുകയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം. അത് സഹോദരന്മാരെ ചോദിക്കേണ്ടതില്ല. നമ്മൾ ചോദിക്കാൻ മടി കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടമുണ്ടാകും. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആ സഹൂറിന്റെ സമയത്തുള്ള ഇസ്തിഗ്ഫാർ വളരെ വിലപ്പെട്ടതാണ്. പാപമോചനം, ജീവിതത്തിൽ ചെയ്തു പോയ വീഴ്ചകൾ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. ഒന്നാമത്തേത് ദുആയാണ്, രണ്ടാമത്തേത് പാപമോചനമാണ്, ഇസ്തിഗ്ഫാറാണ്. മൂന്നാമതായിക്കൊണ്ട് സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള അദ്കാർ സ്വബാഹും മസാഉമാണ്. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ.
നാലാമതായി സഹോദരന്മാരെ സ്വതക്കയാണ്. ഈ ദുആ, രാവിലെയുള്ള ദുആയും ഇസ്തിഗ്ഫാറും, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റും, അതുപോലെ തന്നെ സഹോദരന്മാരെ സ്വതക്കയും. ഈ 4 കാര്യങ്ങളെന്ന് പറയുന്നത് റിസ്ക് നമുക്ക് ജീവിതത്തിൽ വിശാലമാകാനുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളാണ്. സഹോദരന്മാരെ, അത് ഉപയോഗപ്പെടുത്തിയാൽ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതമെന്ന് സഹോദരന്മാരെ വലിയൊരു അധ്വാനമൊന്നും വേണ്ട. നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധയോടുകൂടി നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സൗഭാഗ്യവും അനുഭവിക്കുന്ന പല നിലയിലുള്ള പ്രയാസങ്ങളിൽ നിന്നുള്ള വിശാലതയും ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അപ്പൊ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ബാങ്ക് വിളി കേട്ടിട്ടല്ലേ എഴുന്നേൽക്കേണ്ടത്. ഒരല്പം നേരത്തെ എഴുന്നേറ്റ് ശീലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരല്പം നേരത്തെ എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായി ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു മനുഷ്യൻ അശക്തനാകുന്നത് ദുആ അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുമ്പോൾ, അള്ളാഹുവിനോട് ദുആ ചെയ്യാതിരിക്കുമ്പോഴാണ്. അശക്തന്മാരാകരുത് സഹോദരന്മാരെ. അള്ളാഹുവിനോട് ചോദിക്കണം, എല്ലാ കാര്യങ്ങളും ചോദിക്കണം. അതിനുള്ളൊരു മനസ്സും സാഹചര്യവും കാണിക്കണം. പല ആളുകളും അതിൽ പിശുക്ക് കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ കുടിസതയുണ്ടാകുന്നത്. നമ്മൾ ഒന്നുമല്ലാത്തവരായിരുന്നു പ്രിയമുള്ളവരെ. നമ്മൾ പലപ്പോഴും അത് മറന്നു പോകുന്നു. നമുക്ക് കാഴ്ചയും കേൾവിയും ബുദ്ധിയും എല്ലാം റഹ്മാനായ റബ്ബാണ് നമുക്ക് നൽകിയത്. ആ റബ്ബിന്റെ അടുക്കൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങൾ ഓരോന്നോരോന്നായി ഈ ഒരു രാത്രിയുടെ അവസാന സമയത്ത് 7-ാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വന്നു നിന്നു എന്നോട് ആരാണ് ദുആ ചെയ്യാനുള്ളത്, ഞാൻ അവന് വേണ്ടതെല്ലാം നൽകാമെന്ന് പറയുന്ന ആ ഒരു സമയത്ത് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ സഹോദരന്മാരെ നമ്മൾ നേടിയെടുക്കണം. അപ്പോൾ സൂചിപ്പിച്ചു വന്നത് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നത് ഒരൽപ്പം നേരത്തെ എഴുന്നേൽക്കണമെന്നാണ്. നമ്മൾ രാവിലെ ഒളു എടുത്ത് ദുആ ചെയ്ത് അവിടെ നമ്മുടെ റൂമിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കുക. സുബഹിന് ബാങ്ക് കേൾക്കും. ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അതുപോലെ മുഅദ്ദിൻ പറയുന്നത് പോലെ പറഞ്ഞ് അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ എന്ന് തുടങ്ങുന്ന 2 വരിയുള്ള പ്രാർത്ഥന ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരെ, ഈ ദുനിയാവിന് ശേഷം വരാനിരിക്കുന്ന പാരത്രിക ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. ആ ബാങ്കിന്റെ ധ്വനികൾ കേട്ടുകൊണ്ടാണ് നമ്മൾ പള്ളിയിലേക്ക് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഏറ്റുപറഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ, ദുആ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പരലോകത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അത് കേട്ട് കഴിഞ്ഞ് സഹോദരന്മാരെ ചൊല്ലിക്കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കാരം നമ്മൾ ജീവിതത്തിൽ നമസ്കരിക്കണം. സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. മനുഷ്യൻ ദുനിയാവിൽ പല കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഓടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് 2 റക്അത്ത് നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം ഒരിക്കലും നമ്മൾ നഷ്ടമാക്കരുത്. 2 റക്അത്ത് വീട്ടിൽ നിന്ന് നമസ്കരിച്ച് നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോവുക. നടക്കുമ്പോൾ ഓരോ കാലടിക്കും സഹോദരന്മാരെ നന്മ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. കാരണം വുളൂഓടുകൂടി നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. ചെയ്തു പോയ ഓരോ വീഴ്ചകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമെന്നാണ്. തുടർന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വലതുകാല് വെച്ച് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. എന്താ റസൂലുള്ളാഹി നമ്മളോട് പറയാം, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, അല്ലാഹുവേ കാരുണ്യത്തിന്റെ വാതിൽ അള്ളാഹു നീ എനിക്ക് തുറന്നു തരണേ എന്നുള്ളതാണ്. കാരുണ്യത്തിന്റെ വാതിൽ, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്താണ് സഹോദരന്മാരെ ജീവിതത്തിൽ പലതിനും നമുക്ക് വേണ്ടത്. റഹ്മത്തില്ലാതെ, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തില്ലാതെ ഒന്നും നമുക്ക് ചെയ്യുകയില്ല. ആ റഹ്മത്തിനെയാണ് നമ്മൾ ചോദിക്കുന്നത്. അത് ചോദിച്ച് പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ പരലോകത്ത് റസൂലെ, അങ്ങയോടൊപ്പമുള്ള ഒരു സഹവാസം എനിക്ക് പരലോകത്ത് വേണം, എന്ത് ചെയ്യണം റസൂലെ ഞാൻ അതിനെന്ന് ചോദിച്ച സ്വഹാബിക്ക് കൊടുത്ത ഉപദേശം, നീ സുജൂദ് ധാരാളമായി ചെയ്തുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കൂ എന്നാണ് സ്വഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി. സഹോദരന്മാരെ, ധാരാളമായി തീർച്ചയായിട്ടും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സുജൂദുകൾ ധാരാളമായി നമസ്കരിച്ചുകൊണ്ട് സുജൂദുകൾ അധികരിപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് പരലോകത്ത് നമുക്ക് നേട്ടമാണ്. അത് കഴിഞ്ഞ് നമ്മൾ സുബഹി നമസ്കരിക്കുന്നു. സുബഹി നമസ്കാരം എന്ന് പറയുന്നത് സഹോദരന്മാരെ 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ഫഹ്വ ഫീ ദിമ്മത്തില്ലാഹ്,
അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദിമ്മത്തിലാണ് 2 റക്അത്ത് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ. അള്ളാഹു നമ്മുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ജീവിതത്തിൽ സഹോദരന്മാരെ റബ്ബിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ഓരോ ദിവസവും ഉറക്കമെഴുന്നേൽക്കുമ്പോൾ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള കാവൽ നേടിക്കൊണ്ട് ഓരോ ദിവസവും നമ്മുടെ മുന്നോട്ട് കടന്നു പോവുക എന്ന് പറയുന്നത് എത്ര സുന്ദരമായിരിക്കും സഹോദരന്മാരെ. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളെയും നെയ്തെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ നിന്നങ്ങോട്ട് ഓരോരോ വിഷയങ്ങൾ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും, കാണാൻ വേണ്ടി സാധിക്കും. ഒരു അധ്വാനവും ഇല്ലാതെ ചെറിയ ചെറിയ ശ്രദ്ധയുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നന്മകൾ. സുബഹി നമസ്കാരത്തിന് ശേഷം ഉദയം വരെ പള്ളിയിലിരുന്ന് ഒരു ദിക്റുകളും ദുആയിലുമായിരുന്ന് 2 റക്അത്ത് നമസ്കരിച്ചിറങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അത് നമുക്ക് നേടാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. അത് കഴിഞ്ഞ് സഹോദരന്മാരെ ആ ഒരു പ്രഭാതത്തിന്റെ സമയം എന്ന് പറയുന്നത് അത് ബർക്കത്തായ സമയമാണ്. ആ സമയത്ത് ആ ബർക്കത്തായ സമയത്തെ ഏറ്റവും നല്ല നിലയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും ഈ രൂപത്തിൽ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ജീവിതത്തിൽ വേറിട്ട് തന്നെ നമുക്കറിയാൻ വേണ്ടി സാധിക്കും, ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ അതിൽ നിന്നൊക്കെ എല്ലാ സഹോദരന്മാരെ മാറ്റമുണ്ടാകണമെങ്കിൽ ജീവിതത്തെ ഈമാനികമായി നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടി സാധിക്കണം. ഇങ്ങനെയുള്ള ക്രമീകരണം ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ നൽകും, വെളിച്ചങ്ങൾ നൽകും. പല നിലയിലുള്ള പ്രയാസങ്ങൾ സഹോദരന്മാരെ ജീവിതത്തിൽ നിന്ന് മാറ്റും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഓരോരോ വിഷയങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അതൊക്കെ നമുക്ക് പുണ്യമാണ്. റസൂലുള്ള പറയുകയാണ് ഒരാളെ നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് സ്വതക്കയാണ്. ആ ഒരു നീയത്തിൽ ചിരിക്കാൻ നമുക്ക് സാധിക്കണം. സൽ സ്വഭാവം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഒരാളുടെ ജീവിതത്തിൽ സൽ സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ അയാൾക്ക് നോമ്പുകാരന്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. നോമ്പുകാരന്റെ പ്രതിഫലവും സൽ സ്വഭാവവുമായിട്ട് എന്താണ് സഹോദരന്മാരെ ബന്ധം? സൽ സ്വഭാവം ഉണ്ടാകണമെങ്കിൽ കഷ്ടപ്പാടുണ്ട്, ഒരു അധ്വാനമുണ്ട്. എന്താണ് കഷ്ടപ്പാട്? പല ആളുകളും പല അഭിപ്രായങ്ങളും പല വിഷയങ്ങളും പറയുമ്പോൾ എല്ലാത്തിലും കയറി അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിന് കേടുവരാൻ സാധ്യതയുണ്ട്, ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്ത് ജീവിതത്തെ വല്ലാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമാണ് ആ സ്വഭാവം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുക. അഥവാ ക്ഷമ എന്നുള്ളത് ജീവിതത്തിൽ ഒരുപാട് നിലനിർത്തേണ്ടതുണ്ട്. സൽസ്വഭാവിയായി ഒരാൾക്ക് മാറണമെങ്കിൽ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരിപൂർണമായ പ്രതിഫലം അവന് നേടിയെടുക്കണമെങ്കിലും ക്ഷമയുണ്ടാകേണ്ടതുണ്ട്. നോമ്പുകാരനായി തോന്നിവാസം കാണാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല, സംസാരിക്കാൻ പറ്റൂല. അങ്ങനെ മോശപ്പെട്ട വാക്കും പ്രവൃത്തിയും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളിൽ നിന്നും അവൻ്റെ ജീവിതത്തെ അടക്കി പിടിച്ച് ക്ഷമയോടുകൂടി കഴിഞ്ഞു പോകുമ്പോഴാണ് നോമ്പുകാരൻ്റെ പൂർണ്ണമായ പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുക. അതേ പ്രതിഫലം സഹോദരന്മാരെ സൽസ്വഭാവിക്കുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ മോശപ്പെട്ട പലതും പറയാൻ വേണ്ടി തോന്നുമ്പോൾ നാവ് ധരിച്ചു വരുമ്പോൾ ഈ ഹദീസ് ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ ഹദീസുകളെ കൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തെ ആയത്തുകളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തെ ഒന്ന് പലപ്പോഴും നമ്മുടെ ഓർമ്മകളിലുള്ള പല വിഷയങ്ങളൊന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ശരീര ഇച്ഛയാണ് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നത്, ഇബ്ലീസാണ് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നത്. പല നിലയിലുള്ള ചിന്തകൾ, തോന്നലുകൾ, പ്രേരണകൾ തരുന്നതനുസരിച്ച് പലതും പറയുന്നു, ചെയ്യുന്നു. പിന്നീട് കുറെ കഴിയുമ്പോൾ പടച്ചവനെ അത് പറയണ്ടായിരുന്നു, അത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ആയിരുന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇങ്ങനെ പല ചിന്തകൾ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ദിവസം ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ഈ ദുനിയാവിലെ ആയുസ് തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണോ ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാകണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് അന്ന് തീർച്ചയായിട്ടും യാത്രയാകും. ആ യാത്രയാകുന്നതിന് മുന്നോടിയായി സഹോദരന്മാരെ അധ്വാനിക്കേണ്ടതുണ്ട്, നന്നാകേണ്ടതുണ്ട്, നല്ല ജീവിതം നമുക്ക് നെയ്തെടുക്കേണ്ടതുണ്ട്. പരലോകത്ത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന നല്ല ദിവസങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അത് ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുകയില്ല. ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം സഹോദരന്മാരെ ഒന്നും ദുനിയാവിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. ഇന്ന് പ്രവാസ ലോകത്തേക്ക് നമ്മൾ വന്നു, ഇത് വെറും ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്, ഹാർഡ് വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്,
പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഈ ലോകത്തേക്ക് നമ്മൾ വന്നത്. ഈ പ്രവാസ ലോകത്ത് നിന്ന് നമ്മളെ നാട്ടിൽ വീടുണ്ടാക്കിയ മനുഷ്യന്മാരുണ്ട്. അത് വെറുതെ ഉണ്ടായതല്ല, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് ഒരു വീടുണ്ടായത്. മകളുടെ കല്യാണം കഴിഞ്ഞതുണ്ട്, പല സാഹചര്യങ്ങൾ ദുനിയാവിൽ ഉണ്ടായതുണ്ട്. ഇതൊക്കെ സഹോദരന്മാരെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ, അധ്വാനങ്ങളിലൂടെയാണ് നമ്മൾ നേടിയെടുത്തിട്ടുള്ളതെങ്കിൽ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്തത്? 60 വർഷം കൊണ്ട് 50 വർഷം കൊണ്ട് അവസാനിക്കുന്ന ഈ ലോകത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ സഹോദരന്മാരെ, ശാശ്വതമായ നമ്മുടെ പാരത്രിക ലോകത്തേക്ക് വേണ്ടിയുള്ള, ഒരിക്കലും നശിക്കാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ സദാ വർഷിച്ചു കൊണ്ടിരിക്കുന്ന പരലോകത്തേക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോൾ അത് മോഹങ്ങൾ, അത് മനസ്സിൽ വെറും ചിന്തകൾ മാത്രമായി, ആഗ്രഹങ്ങൾ മാത്രമായി നിൽക്കാൻ വേണ്ടി പാടില്ല. അത് കഷ്ടപ്പെട്ട് അധ്വാനങ്ങളിലൂടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഓരോ ദിവസവും ഒരു സുന്നത്തും എനിക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ശ്രദ്ധയോടുകൂടി ഈ ഓരോ അമലുകൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ പുണ്യങ്ങൾ കൊണ്ട് നിറക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലൂടെ, നോമ്പിലൂടെ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.